ഒന്നാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 23-24 വർഷത്തെ ഇംഗ്ലീഷ് പരീക്ഷയുടെ ഉത്തരങ്ങൾ പരിശോധിക്കാം. ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ഡ്രോ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ നമ്മൾ ഇവിടെ വരച്ച് ചേർക്കുകയാണ് വേണ്ടത്. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ലെറ്റ് us ഡ്രോ ദ സൺ ഇൻ ദ സ്കൈ. ലെറ്റ് us ഡ്രോ ദ സൺ ഇൻ ദ സ്കൈ. ഈ ചിത്രത്തിൽ സൺ വരച്ച് ചേർക്കാനാണ് പറയുന്നത്. ടീച്ചർ ഇത് ഇംഗ്ലീഷിലേ പറഞ്ഞു തരികയുള്ളൂ, മലയാളത്തിൽ പറഞ്ഞു തരികയില്ല. അപ്പോൾ അത് നമ്മളിത് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ഡ്രോ 2 birds flying in the sky. ഡ്രോ 2 birds flying in the sky. ഇവിടെ ചിത്രത്തിൽ ഒരു റിവർ കാണാനുണ്ട്. കോക്കനട്ട് ട്രീയുടെയും ഹൗസിൻ്റെയും ഒക്കെ മറുവശത്തായിട്ട് ഒരു റിവർ ഒഴുകുന്നുണ്ട്. There is a river near the house. Let us draw a boat in the river. Let us draw a boat in the river. Let us draw a plant near the house. Color the picture. പ്ലാന്റ് വരയ്ക്കാൻ പറയുന്നുണ്ട്. ഒരു പൂവുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് എന്തെങ്കിലും ഒന്ന് വരയ്ക്കുകയാണ് വേണ്ടത്. ചിത്രങ്ങളൊന്നും നമ്മൾ നല്ല ഭംഗിയിൽ വരയ്ക്കണമെന്നില്ല. നമ്മളിത് മനസ്സിലാക്കിയതിന് ശേഷം അതിനോട് ചേരുന്ന ഒരു ചിത്രം വരയ്ക്കുക. അപ്പോൾ അത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ബോട്ടാണെന്നും പ്ലാന്റ് ആണെന്നും സണ്ണാണെന്നും തോന്നണം. അത്രയുമേ വേണ്ടൂ. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. ആക്ടിവിറ്റി 2 നോക്കാം. കോൺവെർസേഷൻ ആണ്. അവിടെ ഒരു ചിത്രമുണ്ട്, നോക്കൂ. ബേബി എലിഫന്റും റാബിറ്റും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. ബേബി എലിഫന്റ് ഈസ് ക്രൈയിങ്. കണ്ണുനീരൊക്കെ ഇങ്ങനെ കണ്ണിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ സംഭാഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ വേണ്ട വാക്കുകൾ പൂരിപ്പിച്ചാൽ മാത്രം മതി. റാബിറ്റ്, വെയർ ആർ യു ഡാഷ്. റാബിറ്റ് ചോദിക്കുകയാണ് എന്താണ് ഡാഷ്. അവിടെ വേണ്ടത് നമുക്ക് എഴുതാം. ബേബി എലിഫന്റ്, നോബഡി ലൈക്സ് ഡാഷ്. ആർക്കും ഇഷ്ടമില്ല, അതാണ് ബേബി എലിഫന്റ് പറയുന്നത്. അപ്പോൾ അതിന് ചേരുന്ന വാക്ക് ഏതാണെന്ന് എഴുതുക. റാബിറ്റ് ഡാഷ് ലൈക്ക് യു. ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. ആക്ടിവിറ്റി 3 നോക്കാം. The 3 kittens went to Emmy's house. Describe the picture. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എമി ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. അവിടെ കുറച്ച് ആനിമൽസും ഒക്കെ ഉണ്ട്. ഇതിനെ പൂരിപ്പിച്ച് എഴുതുകയാണ് വേണ്ടത്. എമി ഈസ് സിറ്റിംഗ് ഡാഷ്. എമി ഇരിക്കുന്നത് എവിടെയാണ് എന്നാണ് എഴുതേണ്ടത്. എ ഫിഷ് ഈസ്, ഒരു മത്സ്യം അതെവിടെയാണ് ഉള്ളതെന്ന് എഴുതണം. ദ റാറ്റ്, അവിടെ ഒരു റാറ്റ് ഉണ്ട്, അതെവിടെയാണ് ഇരിക്കുന്നതെന്ന് എഴുതണം. ഇതുകൂടാതെ ഒരു സെന്റൻസ് ആയിട്ട് എഴുതാൻ സാധിക്കുന്നവരെ 2 അങ്ങനെ എഴുതണം. ഇങ്ങനെ ആകെ 5 ഉത്തരങ്ങളാണ് ഇതിനെ എഴുതേണ്ടത്. 5 ഉത്തരങ്ങൾ എഴുതിയാൽ മാത്രമേ എ ഗ്രേഡ് കിട്ടുകയുള്ളൂ. ആക്ടിവിറ്റി 4 നോക്കാം. റിഡിൽസ്. ഇവിടെ പ്രോബ്ലംസ് ആണ്, പദപ്രശ്നങ്ങളാണ് തന്നിരിക്കുന്നത്. റീഡ് ദ റിഡിൽസ്, ഫൈൻഡ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ദ ബോക്സസ് ഗിവൺ. അവിടെ ഓരോ റിഡിൽസിന്റെ നേർക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ റിഡിൽസിൽ സൂചിപ്പിക്കുന്ന വാക്ക് എന്താണ് എന്നുള്ളത് ആ ബോക്സിൽ എഴുതണം. ഈ റിഡിൽസിൽ സൂചിപ്പിക്കുന്ന ഉത്തരങ്ങൾ ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഉത്തരങ്ങൾ വായിച്ചു നോക്കാം. എലഫന്റ്, ആന. പാരറ്റ്, തത്ത. ഔൾ, മൂങ്ങ. ക്യാറ്റ്, പൂച്ച. ക്രോ, കാക്ക. ലയൺ, സിംഹം. ഒന്നാമത്തെ നോക്കാം. ഐ എം എ ബേർഡ്. ഐ എം ഗ്രീൻ. ഞാനൊരു പക്ഷിയാണ്, പച്ച കളറാണ്. ഐ എം ബ്ലാക്ക് ബേർഡ്. ഐ ക്ലീൻ യുവർ ഹൗസസ്. ഞാൻ കറുപ്പ് നിറമുള്ള പക്ഷിയാണ്, നിങ്ങളുടെ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കും. അതായത് വേസ്റ്റൊക്കെ കൊത്തി തിന്ന് വൃത്തിയാക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ എം എ ബേർഡ്. ഐ ക്യാൻ സീ അറ്റ് നൈറ്റ്. ഞാനൊരു പക്ഷിയാണ്, എനിക്ക് രാത്രിയിലും കണ്ണു കാണാം. ഐ ആം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ഐ ക്യാൻ റോർ. ഞാനാണ് കാട്ടിലെ രാജാവ്, എനിക്ക് ഗർജിക്കുവാൻ സാധിക്കും. ഐ ആം ബിഗ് ആൻഡ് ബ്ലാക്ക്. ഐ ആം സ്ട്രോങ്. ഞാൻ വളരെ വലുതും കറുപ്പ് നിറമുള്ളതും സ്ട്രോങ്ങുമാണ്. ആക്ടിവിറ്റി 5 ആഡ് മോർ ലൈൻസ്. ഇവിടെ കുറച്ച് കവിതകൾ തന്നിട്ടുണ്ട്, വായിക്കാം. ക്യാറ്റ് ക്യാറ്റ് ക്യാറ്റ്, ക്യൂട്ട് വൈറ്റ് ക്യാറ്റ്, മൈ പെറ്റ് ക്യാറ്റ്, ക്യാറ്റ് ക്യാൻ റൺ. ഇവിടെ ക്യാറ്റ് 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 എന്ന് തന്നിട്ടുണ്ട്. ഒരു അനിമലിനെ കുറിച്ചാണ്. ക്യൂട്ട് വൈറ്റ് ക്യാറ്റ്, മനോഹരമായിട്ടുള്ള വെളുത്ത ക്യാറ്റ്. വെളുത്ത ആ നിറമാണ്. ക്യാറ്റിന്റെ കളറിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. മൈ പെറ്റ് ക്യാറ്റ്, ക്യാറ്റ് ക്യാൻ റൺ. അവിടെ റൺ എന്നാണ്, അതായത് ക്യാറ്റിന്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി
അതിൻ്റെ ഒരു എബിലിറ്റിയാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ വൈറ്റ് കളറിനെ സംബന്ധിക്കുന്ന കാര്യവും ഒരു എബിലിറ്റിയുമാണ് എഴുതേണ്ടത്. ഡവിനെ കുറിച്ചുള്ള കവിത വായിച്ചു നോക്കാം. ഡൗ 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 ക്യൂട്ട് ഗ്രേ ഡൗ മൈ പെറ്റ് ഡൗ ഡൗ ക്യാൻ ഫ്ലൈ. രണ്ടാമത്തെ വരി നോക്കാം. ക്യൂട്ട് ഗ്രേ ഡൗ. അപ്പോൾ ഗ്രേ എന്നാണ് ചാര നിറമുള്ള, അത് അതിൻ്റെ കളറിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഇതുപോലെ ഡോഗും ഫിഷും ഉണ്ട്. ഡോഗിനെ നമുക്ക് ഇവിടെ വൈറ്റ് ഡോഗ് എന്ന് പറയാം. അതുപോലെ ഡോഗിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാർക്കിംഗ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എഴുതാം. ഫിഷിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ ഫിഷിൻ്റെ കളറ് നമുക്ക് ഗോൾഡൻ ഫിഷ് എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതാം. അതുപോലെ ഫിഷിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്വിം ആണ്. ഫിഷ് ക്യാൻ സ്വിം, ഡോഗ് ക്യാൻ ബാർക്ക്. ഓക്കെ, ഇത്രയുമാണ് ഈ വർഷം അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് സെക്കൻഡ് ടൈം എക്സാമിനേഷന് 1ാം ക്ലാസ്സിൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.